വന്നപ്പോഴാണ് മനസ്സിലാകുന്നത് ഈ 10 A+ ഒന്നുമല്ല. അപ്പം അതിൻ്റെ കുറച്ച് ഒരു ഡിപ്രഷനോ ഫ്രസ്ട്രേഷനോ ഒക്കെ ചിലർക്ക് ഉണ്ടാവും. പക്ഷെ ആ ഫ്രസ്ട്രേഷനിലൊന്നും കാര്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ മക്കൾ ആ ഫ്രസ്ട്രേഷനൊക്കെ പോകണം. എന്നിട്ട് വളരെ അജയ്യരാവാൻ വേണ്ടിയിട്ട് മനസ്സുകൊണ്ട് തീരുമാനിക്കുക, നന്നായി പ്രയത്നിക്കുക. അങ്ങനെ ചെയ്താൽ നിങ്ങൾ എത്തേണ്ടോടത്ത് എത്തും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഇവരാണ് തെളിവ്. ഞാനെങ്ങനെയാണ് വന്നതെന്ന് വെച്ചാൽ എനിക്ക് പ്രത്യേകിച്ച് ഇതിനെ പറ്റി ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. നീറ്റ് എന്താണ്, JEE എന്താണെന്നൊന്നും ഒന്നും അറിയില്ലായിരുന്നു. അങ്ങനെ 10th കഴിഞ്ഞ സമയത്ത് ഫ്രണ്ട്സ് എല്ലാവരും നാട്ടിൽ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ 10th വരെ UAE പഠിച്ചത്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ഉമ്മനോട് പറഞ്ഞു, ഉമ്മ ഞാനും നാട്ടിൽ പോട്ടെ, ഞാനും പഠിക്കാൻ പോവാ എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ ഉമ്മ പറഞ്ഞു, എന്താണ് സാറിനെ പറ്റി പറഞ്ഞു, എൻ്റെ സാറുണ്ട് ഇവിടെ ഇങ്ങനെ കോട്ടക്കിൽ ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ടാലൻറ്റ് സെർച്ച് എക്സാം അപ്പോൾ അത് എഴുതി നോക്കാം. അപ്പോൾ അതിലെന്നോ ഒരു 25 റാങ്ക് സംതിങ് സ്കോളർഷിപ്പ് എന്തോ കിട്ടുമല്ലോ. അങ്ങനെ വന്നു എക്സാം എഴുതി. ആ എക്സാം എൻ്റെ ലൈഫിൽ ഒരു ഭയങ്കര ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു. കാരണം അതിലെനിക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞാനിവിടെ നിൽക്കൂലായിരുന്നു, ഞാൻ എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടാവും ഉറപ്പാണ്. അപ്പോൾ അന്ന് എക്സാം എഴുതിയപ്പോൾ ഫസ്റ്റ് 2 റാങ്കിന് ഫുൾ 100% ഫ്രീ ആയിട്ട് പഠിക്കുമായിരുന്നല്ലോ. അപ്പോൾ എനിക്ക് 2nd റാങ്ക് ആയിരുന്നു. അത് ശരിക്കും എൻ്റെ ലൈഫിലൊരു ഭയങ്കര ഭാഗ്യമായിരുന്നു. ഞാൻ ബേസിക് ആയിട്ടൊരു സാധനം പറഞ്ഞുതരാം. നല്ലപോലെ പഠിക്കണം. ഇതിന് വേറെ വഴിയൊന്നുമില്ല. നല്ലപോലെ പഠിക്കണം എന്ന് പറഞ്ഞാൽ അത് ഹാർഡ് വർക്ക് ചെയ്യണം, നല്ല എഫേർട്ട് ഇടണം. വെറുതെ കുറച്ച് അവിടെയും ഇവിടെയും പഠിച്ചാലൊന്നും +2ൻ്റെ കൂടെ കിട്ടൂല. നല്ലപോലെ സ്ട്രക്ചേർഡ് ആയിട്ട് പഠിക്കണം, കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കണം. നിങ്ങൾക്ക് ആരും പറ്റിക്കാം, ആരും വഞ്ചിക്കുക. സാറെ പറ്റിക്കുക, വീട്ടുകാരെ പറ്റിക്കുക, കൂട്ടുകാരെ പറ്റിക്കുക, ക്ലാസ് ടീച്ചേഴ്സിനെ പറ്റിക്കുക, എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ മതിയല്ലോ. എക്സാം എഴുതുന്ന സമയത്ത് ഞാൻ ടെൻഷനിലായിരുന്നോ, പനിയായിരുന്നോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഉഡായിപ്പില്ല ന്യായം പറഞ്ഞാൽ മതിയല്ലോ. പക്ഷെ നിങ്ങൾക്ക് പറ്റിക്കാൻ പറ്റാത്ത ഒരാളുണ്ട്. അതാരാ? നമ്മുടെ മനസ്സിനെ തന്നെ നമുക്ക് പറ്റിക്കാൻ പറ്റൂല അല്ലേ? കിടക്കുന്ന സമയത്ത് നമുക്കൊരു കുറ്റബോധം വരും. 2 കൊല്ലം പഠിച്ചിരുന്നെങ്കിൽ, വെറുതെ ഇത്രയും പൈസ കൊടുത്ത് അവിടെ ഇതാക്കി. അപ്പോൾ നിങ്ങളെ മനസ്സിനെ നിങ്ങൾക്ക് പറ്റിക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെന്ത് ചെയ്യരുത്, ഒരു കുറ്റബോധം നിങ്ങൾക്ക് തോന്നരുത്. അപ്പോൾ പരമാവധി എന്ത് ചെയ്യുക, നിങ്ങളെ ഈ സമയങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ പഠിക്കണം.